ആരോഗ്യമന്ത്രി കെ ശൈലജ വേറിട്ട വഴികളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്ക് ബുദ്ധിവികാസം ലഭിക്കുന്നതിനായി ഒരു പരിപാടിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് മന്ത്രിയും പ്രൊഫസർ മുതുകാടും ചേർന്ന്. പരിപാടിയുടെ ഉദ്ഘാടകയായി എത്തിയ മന്ത്രിയെ മാന്ത്രികൻ മുതുകാട് പക്ഷേ അവിടെയും കുടുക്കിയിട്ടു. ഞാൻ ഒരുപാട് ഗോപിനാഥ് മുതുകാടിനെ, പ്രൊഫസറിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം വളരെ ധീരമായി, ഇതൊരു പരീക്ഷണമല്ല, പക്ഷേ ധീരമായിട്ടുള്ളൊരു പ്രവർത്തനത്തിന് അദ്ദേഹം മുൻകൈ എടുത്തിരിക്കുന്നു. കുട്ടികൾക്ക് മാജിക് പഠിക്കാൻ സാധിക്കും, ഓട്ടിസമൊക്കെ ബാധിച്ച കുട്ടികൾക്ക്. എന്നിട്ട് അവരെ ഒരു ടീമാക്കി, നല്ലൊരു മാജിക് ടീമാക്കി അവരെ അവതരിപ്പിക്കാൻ, സമൂഹത്തിൻ്റെ മുമ്പാകെ അവർക്ക് അരങ്ങേറാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പരിശീലനം ആരംഭിക്കുകയാണ്. തുടങ്ങാം അല്ലേ മക്കളെ? നമുക്ക് എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും റെഡിയാണല്ലേ? എല്ലാവരും ഒന്ന് കൈയടിച്ച്, നന്നായിട്ടൊന്ന് കൈയടിക്കൂട്ടാ. നന്നായിട്ട് കൈയടിക്കും, നല്ലോണം കൈയടിക്കും, നന്നായിട്ട് കൈയടിക്കും. കൈയടിച്ചേ. ഇനി അങ്കിള് കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കണം കേട്ടോ. കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ജാലവിദ്യ റോപ്പ് കട്ടിംഗ് മാജിക് ആണ്. നമ്മളൊരു കാര്യം ചെയ്യും, ഇതൊന്ന് എക്സ് ആക്കണം. അതിനുവേണ്ടി മോളിതൊന്ന് കട്ട് ചെയ്തേ. ഇവിടെ ഒന്ന് കട്ട് ചെയ്തോ. ഇനി ഇതിനെ ഞാൻ തുല്യ നീളത്തിലാക്കാൻ പോവാണ് മാമൻ. ഇനി ശ്രദ്ധിക്കുക, ഈ രണ്ട് കയറുകൾ ഇങ്ങനെ കൂട്ടിക്കെട്ടിയ ശ്രദ്ധിക്കുക. ഞാനിതിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ചുറ്റുകയാണ് അല്ലേ? വലിച്ചോളൂ. എവിടെ പോയി കെട്ടെവിടെ പോയി? ഈ മാജിക്കിന്റെ രഹസ്യം നിങ്ങൾക്ക് പഠിക്കട്ടെ. തീർച്ചയായിട്ടും ഈ ജാലവിദ്യയുടെ രഹസ്യം നിങ്ങളെ തേടിയെത്തും. ശ്രദ്ധിക്കുക, നമ്മൾ ഓഡിയൻസിനോട് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിങ്ങനെ പിടിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു എൻഡ് ഇവിടെ പിടിച്ച ശേഷം ഏതാണ്ട് മധ്യഭാഗത്തിൽ നിന്ന് കുറച്ച് അപ്പുറക്കായിട്ട് ഇതിങ്ങനെ വളച്ച് പിടിക്കുക. ഇതുപോലെ ഈ ഷേപ്പിലാണ് ഇത് പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിങ്ങനെ ഒരു വളച്ച് ഒരു കുളത്തിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ അക്ഷരം എന്ന് പറഞ്ഞുകൊണ്ട്, എന്നുള്ള അക്ഷരം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു കുളത്തുണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കളിക്കളം, ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം, ഒതിച്ചതോ ഒരു കളിക്കളം, വിധിച്ചതോ ഈ പടക്കളം. കളിക്കളം, ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം. അതിനുശേഷം നമ്മൾ ഇത് കട്ട് ചെയ്യുന്നു. നമ്മളിത് പിടിക്കും. ഇവിടെ പിടിച്ചാൽ മതി. ഇവിടെ കട്ട് ചെയ്യുന്നു. കിട്ടോളൂ. യഥാർത്ഥത്തിൽ കാണുമ്പോൾ ഈ കയറ് രണ്ട് കയറായിട്ട് തോന്നും. ഇതിന്റെ ഗിമിക്ക് എന്താ? ഒരു ചെറിയ കുളത്താണ്. ഈ കുളത്തിനെ ഇതുപോലെ മനുഷ്യൻ ഇങ്ങനെ കയ്യിലിങ്ങനെ മറച്ചു പിടിച്ചിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ രണ്ട് കയറായിട്ട് തോന്നും. ഇനി നമ്മൾ ഇതുകൊണ്ട് രണ്ട് ഇഫക്റ്റുകൾ ഉണ്ടാക്കി. ഒന്ന് ഒരേ വലുപ്പത്തിലാക്കി, പിന്നെ ഇത് രണ്ടും ഒരുമിച്ച് ഒറ്റ കയറാക്കി. അപ്പോൾ ഒരേ വലുപ്പത്തിലാക്കാൻ വേണ്ടി ഇത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നീളമായിട്ട് തോന്നും അല്ലേ? നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള നീളമായിട്ട് തോന്നും. എന്നിട്ട് ഇതിനെ രണ്ടിനെയും ഇതുപോലെ ഒരുമിച്ച് ഈ എൻഡുകൾ പിടിച്ച ശേഷം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ? അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ മറച്ചു പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് രണ്ടും തുല്യ നീളമായി. ഓക്കെ, ഇനി ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് കെട്ടുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ കുളത്തെ ശ്രദ്ധിച്ചല്ലോ. ഈ കുളത്ത് ഇങ്ങനെ വെച്ച് ഈ കയറിൽ വെറുതെ ഇങ്ങനെ ഒന്ന് വെല്ലി ഒരു കെട്ട്, ചെറിയൊരു കെട്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തായി? ഏച്ച് കെട്ടിയാൽ മുഴച്ചിടിക്കും എന്ന പഴഞ്ചൊല്ലൊക്കെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ട് കയറിങ്ങനെ ഒരുമിച്ച് കെട്ടിയ പോലെ തോന്നും. ശരി, ഇനിയാണ് നമ്മൾ മാജിക് ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് കയ്യിലേക്ക് ഇങ്ങനെ ചുറ്റുമ്പോൾ, യഥാർത്ഥത്തിൽ ഓഡിയൻസ് അവിടെയാണെങ്കിൽ ഇതിൻ്റെ പിൻഭാഗം ഞാൻ കാണിച്ചു തരാം. കയ്യിലേക്ക് ഇങ്ങനെ ചുറ്റുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ചെറിയ റോപ്പിനെയും നമ്മൾ കൂടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുവരും. ഇതൊരു പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ലോകത്തിനാകെ കുട്ടികളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മൂവ്മെൻറ്റ്
ചിന്തയുടെ വേഗത, അതുപോലെ ശരീരത്തിൻ്റെ കൈയുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ വേഗതയിലാണ് മാജിക്ക് കുടികൊള്ളുന്നത് എന്നാണ്. അതാണ് എത്ര വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അതാണ് ആ വേഗത പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അവർ തയ്യാറായിട്ട് വളരെ 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 ആത്മവിശ്വാസത്തോടെ ഇരിക്കുകയാണ് മക്കൾ നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് 3 മാസം കൊണ്ട് ഇവരെ പരിശീലിപ്പിച്ചൊരു ടീമാക്കിയിട്ട് മാറ്റുമ്പോൾ അവരുടെ പെർഫോമൻസ് ഈ ലോകം മുഴുവൻ ആദരിക്കും അതിനെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ചെറിയ റോപ്പ് നമ്മൾ കയ്യിൽ വയ്ക്കും. ചില മജീഷ്യൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ റോപ്പിനെ മാറ്റാൻ വേണ്ടി പോക്കറ്റിൽ നിന്നും ഒരു മാജിക് പൗഡർ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോക്കറ്റിലേക്ക് കൈയിടുകയും ആ സമയത്ത് ഈ ചെറിയ റോപ്പിൻ്റെ ചെറിയ പീസ് പോക്കറ്റിനകത്ത് നിക്ഷേപിക്കും. ഒരു മാജിക് പൗഡർ എടുത്തു എന്ന വ്യാജേന നമ്മളിതിനകത്ത് ഇങ്ങനെ കുടയും. ഈ ഇഫക്റ്റ് കൊടുത്ത ശേഷം കയറിങ്ങനെ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കയറായിട്ട് തോന്നും. ഇതും വളരെ വളരെ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ അവതരിപ്പിക്കാവൂ. തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. ഭിന്നശേഷിയുള്ള കുട്ടികളാണ്, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് സമൂഹം വിലയിരുത്തുന്ന സമയത്ത് ഈ കുട്ടികൾക്കും ചിലത് ചെയ്യാനുണ്ട്. ടീച്ചർ പറഞ്ഞതുപോലെ ഈ കുട്ടികൾക്കും ചിലത് ചെയ്യാനുണ്ട്. ആ കുട്ടികളും സമർത്ഥമായി ഇത്തരത്തിലുള്ള കലകൾ അവതരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ മാജിക്കിൻ്റെ ഒരു പ്രത്യേകത മറ്റൊരു കലയെ പോലെയല്ല, അത് വളരെ ഡിഫിക്കൽട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം കണ്ണും മനസ്സും രണ്ട് തരത്തിൽ സഞ്ചരിക്കേണ്ടതാണ്. എങ്കിൽ പോലും ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കുന്നു. 4 മാസം നിരന്തരമായി ഇതിൻ്റെ പുറകിലുണ്ട്. ഇത് ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. ഡെമോക്രസിക്ക് എന്താണ് ഇവിടെ റോൾ എന്ന് ചോദിച്ചാൽ, കൈയെത്തുന്നിടത്ത് മനസ്സും മനസ്സെത്തുന്നിടത്ത് ശരീരവും എത്തുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ പരിപാടിയൊക്കെ ചെയ്തു പോകുന്നത്. എന്നാൽ ഇതിനൊന്നും സാധിക്കാത്ത കുട്ടികൾ പുതിയ കാൽവെപ്പുകൾ നടത്തുമ്പോൾ ഞങ്ങൾക്കും ഉത്സാഹമാണ്. എന്തായാലും 4 മാസം കഴിയുമ്പോൾ ഇവരുടെ പ്രകടനങ്ങൾ ഈ പരിപാടിയിലൂടെ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ പ്രധാന ക്രേസികൾ ഒരിക്കൽ കൂടി നോക്കാം. ലോ അക്കാദമിക്ക് മുന്നിൽ മുരളിമാർ സമരം ചെയ്തതിനെ വിമർശിച്ച് സഖാവ് ഉഴവൂർ ഗാന്ധി. നിരാഹാരം കിടക്കുന്നവൻ അങ്ങനെ ചാടി നീക്കാൻ പറ്റുമോ? അപ്പോൾ ഒരല്പം ആഹാരം കഴിച്ചു കാണാം. ബീഫാണ് കഴിച്ചതെന്നൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒരു മുരളി കിടന്നപ്പോൾ മറ്റേ മുരളി ഒന്ന് മുരണ്ടു. കോബി സഖ്യമുണ്ടാകുന്നത് എങ്ങനെയെന്ന് വിശദമാക്കി ഉഴവൂർ. ഉമ്മനം ചേട്ടനെ കാണുമ്പോൾ ഒറ്റ പിടുത്താണ്. ഉമ്മനം ചേട്ടൻ്റെ കുങ്കുമക്കുറി സുധീരിൻ്റെ നെറ്റിയിലോട്ടാണ് വരുന്നത്. തനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് കെ മുരളീധരൻ. പ്രിൻസിപ്പളിന്റെ രാജി വരെ ഈ നിരാഹാര സമരമായിട്ട് മുന്നോട്ട് പോകും. എനിക്ക് വിശപ്പെടൂ, 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. മുരളിയുടെ ഉണ്ണാവ്രതത്തിനിടെ UDFന്റെ കല്യാണ കൂട്ടായ്മ. മണവാളിന്റെ കസേര ഒഴിഞ്ഞെടുക്കാണല്ലോ. കക്ഷി എവിടെ? കളി തന്നോട് വേണ്ടെന്നും തനിക്കൊരു എല്ല് കൂടുതലാണെന്നും ജേക്കബ് തോമസ്. അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായി അയാൾക്ക്. കളി എന്നോടും വേണ്ട സർ. No, why? Because I have an extra bond. As you said, ഒരു എല്ല് കൂടുതലാണ് എനിക്ക്. തത്തയുടെ ശുദ്ധി കലശത്തിൽ പേടിച്ച് വിറച്ച് ഭരണ ഉദ്യോഗസ്ഥ വൃന്ദം. നിന്നിനും തെമ്മാടിയും അവിവേകിയും പിന്നെ മാമൂലികളെ ധിക്കരിക്കുന്നവൻ, ഇദ്ദേഹത്തെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുല്ലുവില കൽപ്പിക്കാത്തവൻ. ഇതൊക്കെയല്ലേ സാർ കൺക്ലൂഷൻസ്? ഇങ്ങനെ നാവിട്ടടിച്ച് കേമനാവാൻ നോക്കണ്ട. വ്യത്യസ്ത ഊരാക്കുടുക്ക് പരിപാടിക്ക് തുടക്കമിട്ട് ആരോഗ്യമന്ത്രി. തുടങ്ങാല്ലേ മക്കളെ? നമുക്ക് എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും റെഡിയാണല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ജാലവിദ്യ റോപ്പ് കട്ടിംഗ് മാജിക് ആണ്. നമ്മളൊരു കാര്യം ചെയ്യും, ഇതൊന്ന് എക്സ് ആക്കണം. അതിനുവേണ്ടി മോളിതൊന്ന് കട്ട് ചെയ്തേ, ഇവിടെ ഒന്ന് കട്ട് ചെയ്തേ. പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിയും കുടുക്കിൽ കുടുങ്ങി. വിധിച്ചതോ ഈ പടക്കളം, കളിക്കളം, ഇത് കളിക്കളം. ഇന്നത്തെ ക്രേസികളുടെ സമയവും അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.